മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വരുന്ന കരുണയാണെങ്കിൽ മോഹിനിയോടായിട്ട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്നും നിങ്ങളൊരമ്മയാണോ രണ്ട് കുട്ടികളെ ഒരുപോലെ കാണാതെ രണ്ടും വ്യത്യസ്തമായിട്ട് കാണുന്ന നിങ്ങളൊരു അമ്മയല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് മോഹിനി, ഞാനൊന്നും ചെയ്തിട്ടില്ല, മോനെങ്കിലും സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്, അവരുടെ കൂടെ മോൻ നിൽക്കണം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഉണ്ണി അതിലൊന്നും തയ്യാറാകുന്നില്ല. ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊന്നതാണ്, അതുകൊണ്ട് എനിക്കൊരിക്കലും നിങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയും കരുണയുടെ പോലെ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് മോഹിനിയോട്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ജോലിയിൽ തിരിച്ചെടുത്തിട്ടുള്ള കാര്യം മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരിയാണ് വിളിച്ചത്, നാളെ മുതൽ ജോയിൻ ചെയ്യാനാണ് മാനേജർ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിറകിൽ മാർക്കോ ചേട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അതിലെന്താ സംശയം, മാർക്കോ തന്നെയാണ്. മാർക്കോ ചെന്നതുകൊണ്ട് മാത്രമാണ് അയാൾ നിന്നെ ജോലിയിൽ തിരിച്ചെടുത്തത്, അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ പോകാമെന്ന് പറയുന്നുണ്ട് സാഗർ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, സാഗറേട്ടനും എൻ്റെ കൂടെ തന്നെ വരണമെന്ന് പറയുമ്പോൾ അതിനെന്താ, നമുക്ക് രണ്ടുപേർക്കും കൂടെ നാളെ പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം മലയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ് കണ്ണൻ. അങ്ങനെ കണ്ണൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി മഹാലക്ഷ്മി ആണെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നുമെല്ലാം ഉണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടനാണെങ്കിൽ ഇപ്രാവശ്യം സ്വന്തം കാലുകൾ കൊണ്ട് തന്നെയാണ് മല ചവിട്ടാൻ പോകുന്നത്, അതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് തരും, അങ്ങനെയാണ് നടക്കുന്നതെന്നാണ് അമ്മ എന്നോട് പ്രവചിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും സന്തോഷം കൊണ്ട് മനസ്സ് നിറയുന്നുണ്ട് കണ്ണൻ്റെ. പിന്നീട് രാവിലെ തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന മഹിയെ കണ്ടുകൊണ്ടാണെങ്കിൽ ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ രാവിലെ തന്നെ വിളക്കെല്ലാം കത്തിക്കുന്നത്, എന്താണ് നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഈ പ്രാവശ്യം മലയ്ക്ക് പോകുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഈ കാലൊന്നും ഇല്ലാത്ത ഇവനെങ്ങനെയാണ് മലയ്ക്ക് പോകാൻ പോകുന്നത്, ഇവനെ കൊണ്ട് അതിനെല്ലാം സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ദുർഗ. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ തനിച്ചല്ല പോകുന്നത്, അനന്തുവേട്ടനും മാർക്കോയും എല്ലാവരും ഉണ്ട്, അവരൊന്നിച്ചാണ് പോകുന്നത്, അതുകൊണ്ട് കണ്ണേട്ടൻ ഒരു കുഴപ്പവുമില്ലാതെ പോയിട്ട് വന്നോളും എന്നെല്ലാം പറയുന്നുണ്ട് മഹി. അപ്പോഴേക്കും അങ്ങോട്ട് കണ്ണൻ വരുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം അനിയനായ ഉണ്ണി ഇവിടെ ഉള്ളപ്പോൾ ഇവരുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു, പക്ഷേ അവൻ എന്നെ കൊല്ലാൻ നടക്കുന്നതല്ലേ, അതുകൊണ്ട് അവനിക്കൊന്നും എന്നെ കൊണ്ടുപോകാനുള്ള ആഗ്രഹമോ ഒന്നുമില്ലാത്തത് കൊണ്ട് എനിക്ക് വേറെ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരില്ലേ, അതുകൊണ്ടാണ് അനന്തുവിനെയും മാർക്കോനും കൂട്ടി ഞാൻ പോകുന്നതെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നിൻ്റെ തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം, നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, നിനക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉണ്ണി അതിനൊന്നും തയ്യാറാകാത്തതെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഇനി അതൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും ദുർഗയും ഉണ്ണിയും പറയുന്നുണ്ട്, അമ്മയൊന്നും പറയേണ്ട കാര്യമില്ല, അവിടെ ഈ കാണുന്ന തിക്കിലും തിരക്കിലും ഇയാൾ എങ്ങനെയാണ് മല ചവിട്ടുന്നതെന്ന് നമുക്കൊന്ന് കാണണമല്ലോ, ആ തിക്കിലും തിരക്കിലും ഇയാൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പോകട്ടെ അമ്മേ, അതുകൊണ്ട് നമുക്ക് ഇതൊന്നും തടസ്സം പറയേണ്ട കാര്യമില്ല, എങ്ങനെയെങ്കിലും ഇയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടണം, അത് മാത്രമല്ലേ നമുക്ക് ഉദ്ദേശമുള്ളൂ എന്നൊക്കെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കെട്ടുനിറക്കാൻ വേണ്ടി സ്വാമിമാരെല്ലാം അങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രാർത്ഥനയിലും വഴിപാടിലുമായിട്ട് മഹാലക്ഷ്മിയും കണ്ണനുമാണെങ്കിൽ വളരെ സന്തോഷിക്കുന്നുണ്ട്. ഇത് കണ്ട് ദൂരെ മാറി നിന്ന് വീക്ഷിക്കുകയാണ് ഉണ്ണിയും ദുർഗയും. ഇവർക്കെല്ലാം ഇത് കാണുമ്പോഴേക്കും ദേഷ്യമാണ് വരുന്നത്. ഇവൻ എങ്ങനെയാണ് മല ചവിട്ടുന്നത്, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദുർഗ. അപ്പോഴാണ് മഹിയുടെ കൈ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് അയ്യപ്പസ്വാമിയെ തൊഴുന്ന കണ്ണനെ കാണുന്നുണ്ട് ദുർഗയും ഉണ്ണിയും. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഇവനെപ്പോഴാണ് കാലിന് സ്വാധീനം ലഭിച്ചതെന്ന് ഓർത്ത് വളരെയേറെ ഞെട്ടി നിൽക്കുന്നുണ്ട് രണ്ടുപേരും. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള പുതിയൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.